ഇന്നൊരു നല്ല സൺഡേ ആയിരുന്നു. ഇന്ത്യയിലുള്ളവരൊക്കെ അവരുടെ സൺഡേ അവസാനിച്ചു. ഒരാഴ്ചയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ദിവസമായിരിക്കാൻ ഉദ്ദേശിച്ചുള്ള ദിവസമാണ് സൺഡേ. ഞാനിപ്പോൾ ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിലെ ചർച്ച കാണുകയായിരുന്നു. ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്, മലയാളി പെന്റക്കോസ്റ്റൽ കഫേ എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്. പെന്റക്കോസ്റ്റുകാരാണ് കൂടുതൽ, പക്ഷെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. കുറെ ചിന്തിക്കുന്ന പെന്റക്കോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നല്ലതാണ്. നല്ല ചർച്ചകൾ വേണേ പങ്കെടുക്കാം, അല്ലെങ്കിൽ വെറുതെ വായിക്കാം. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ചർച്ചയാണ്, ഇന്ന് ഇട്ടൊരു പോസ്റ്റും ചർച്ചയും. ക്വാളിറ്റി ടൈം പാസ്റ്റർമാർ അപഹരിക്കുന്നു. അതായത് ഞായറാഴ്ചയാണ് ഒരു വിശ്വാസിക്ക്, അല്ല ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തോടൊന്നിച്ച് ചെലവഴിക്കാനും ആഴ്ചയിൽ കിട്ടുന്ന ഒരു ടോട്ടൽ ഫ്രീ ഡേ ആണ്. അത് പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ പേരിൽ രാവിലെ 10 മുതൽ 1:30-2 വരെ നീളുന്ന സഭായോഗത്തിന്റെ പേര് യാത്ര ചെയ്ത് പോയി കഴിയുമ്പം ഏകദേശം വീട്ടിൽ വരുമ്പോൾ ഒരു 4 മണിയോളം ആവും. പിന്നീട് എക്സോസ്റ്റ് ആയി പോവും. ആ ഒരു ദിവസം പക്ഷെ ദൈവത്തിന് വേണ്ടി എന്നുള്ള പേരിൽ നശിപ്പിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു ചർച്ച നടക്കുന്നത് ഞാനിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അഭിപ്രായത്തില് ഞായറാഴ്ചകളിൽ രാവിലത്തെ കുർബാന, എല്ലാ ദിവസവും കുർബാന അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരുണ്ട്. ഞാനത് ഒരിക്കൽ പറഞ്ഞിരുന്നു. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പാലാ, കുറവലങ്ങാട് ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെളുപ്പിനെ പോകുമ്പോൾ അമ്മച്ചിമാരൊക്കെ കുർബാന കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നത്. അതിന് ഭൂമിയിൽ ഏറ്റവും സൗഭാഗ്യകരമായ ജീവിതം നയിക്കുന്ന അവരാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയുടെ കുർബാന പോയി അനുഭവിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഒരു ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ ഭയങ്കര എഫക്റ്റാണ്. ഇപ്പം ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ക്വാളിറ്റി ടൈമായിട്ട് കിട്ടും. നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മണിക്കൂറുകളെ അപഹരിക്കുന്ന ഈ പെന്റക്കോസ്റ്റ് ഭ്രാന്തിൽ നിന്ന് മാറിയാൽ പെന്റക്കോസ്റ്റ് സഭകൾക്കും അത് പരീക്ഷിക്കാം. ആരാധന സമയമൊക്കെ 10 മണിക്ക് തുടങ്ങി ഒരു ദിവസം മുഴുവൻ അപഹരിക്കുക. അതിനകത്ത് 2 ഉദ്ദേശമായിരുന്നു അത് തുടങ്ങിയപ്പോൾ ഉള്ളത്. ഒന്ന്, ഈ യാക്കോബായ കത്തോലിക്ക പോലെയുള്ള സഭകളിൽ നിന്ന് ഈ പെന്റക്കോസ്റ്റിലേക്ക് വരുന്ന ആളുകൾ മോസ്റ്റ് ഓഫ് ദെയർ വെഡ്ഡിങ്സ്, അവരുടെ കല്യാണങ്ങൾ കൂടുതലും ഈ ഞായറാഴ്ചകളിലായിരിക്കും. അപ്പോൾ ബന്ധുക്കളുടെ കല്യാണങ്ങളിൽ ഇവർ പങ്കെടുക്കരുത്. അങ്ങനെയുള്ള ഫാമിലി റീയൂണിയൻ വന്ന് അതിൽ ഇഷ്ടപ്പെട്ടാൽ ഇവർ തിരിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ പഴയ കാലത്ത് ഈ ഹിറ്റ്ലർ സൈന്യം പോകുമ്പോൾ അവർ കടക്കുന്ന പാലങ്ങൾ ബോംബ് വെച്ച് തകർക്കുമായിരുന്നു. കാരണം തിരിച്ചു പോകരുത് എന്ന് പറഞ്ഞ പോലെ ബോംബ് വെച്ച് തകർക്കുന്ന ഒരു ഹിറ്റ്ലറുടെ മൈൻഡാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ സ്ഥിതിയൊക്കെ മാറി. അതുകൊണ്ട് പെന്റക്കോസ്ത് സഭകൾ, സ്വതന്ത്ര സഭകളൊക്കെ നടത്തുന്നവർ വിചിന്തനം നടത്തേണ്ട സമയമാണ്. നിങ്ങളുടെ ഞായറാഴ്ചത്തെ കൂടിവരവുകൾ കഴിവതും ഏർലി മോർണിംഗിലേക്ക് മാറ്റുക. എത്രയും നേരത്തെ ആകാം അത്രയും നല്ലത്. കാരണം ആളുകൾക്ക് ആ ദിവസത്തെ ആ ടൈം ക്വാളിറ്റി ടൈമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത് നിങ്ങളുടെ അനുയായികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഇപ്പൊ പ്രഭാതത്തിലെ പരിശുദ്ധ കുർബാന കൂടുന്നത് വളരെ സന്തോഷം, വളരെ ഒരു അനുഭവവും ആനന്ദദായകവും സമാധാനപ്രദവും ഒക്കെയാണ്. അങ്ങനെ ഭാഗ്യമുള്ളവരും പ്രഭാതത്തിൽ പോയി കുർബാന അനുഭവിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ നാട്ടിൽ വെച്ച് പണ്ട് പോകുമായിരുന്നു വെളുപ്പിനത്തെ കുർബാനയ്ക്ക്. അവിടെ ആ കുർബാനയുടെ ആ ഭാഗത്ത് ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ആ പാട്ടൊക്കെ വരുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. അപ്പോൾ ആ നഷ്ടപ്പെട്ട ആ സൗഭാഗ്യങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ കഴിഞ്ഞവരെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ മടങ്ങുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നരകം. കാരണം ഇപ്പോൾ പെന്റക്കോസ്തുകാർ നരകത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ നരകത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. നരകത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ അവർക്ക് പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ മറ്റ് സഭകളെയൊക്കെ വിളിക്കുന്നതല്ല. അവരൊരു കാലത്ത് പിശാചാണെന്നൊക്കെ പറഞ്ഞ സഭകൾ അവരങ്ങനെയാണ്. അവർക്ക് വല്ലാതെ കുളിരുന്നുണ്ടെന്നത് ബാക്കിയുള്ളവരെല്ലാം കൂട്ടിന് വിളിക്കുന്നു. കത്തോലിക്ക സഭ ആയോ, ഓർത്തഡോക്സ് സഭ ആയോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കർത്താവിന്റെ ടീച്ചിങ്സ് തലമുറകളെ ഭയപ്പെടുത്തിയ, നൂറ്റാണ്ടുകളിലൂടെ
ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഭയചകിതരാക്കിയ ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ. കഥ പറഞ്ഞത് യേശുവാണ്. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച കഥകൾ പറഞ്ഞിട്ടുള്ളതൊക്കെ യേശുവാണ്. കാരണം യേശുവിന്റെ കഥയാണ് ഈ മുടിയനായ പുത്രന്റെ കഥ, നല്ല ശമരിയക്കാരന്റെ കഥ, ധനവാന്റെയും ലാസറിന്റെയും കഥ. ഇങ്ങനെയുള്ള കഥകള് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്ര ഇൻഫ്ലുവൻസ് ഉള്ള കഥയാണ്. ഈ നൂറ്റാണ്ടുകളിലൂടെ കോടിക്കണക്കിന് ആളുകളെ സഹജീവികളോടുള്ള കാരുണ്യ പ്രവൃത്തികൾക്ക് തുനിയാൻ പ്രേരിപ്പിച്ച ഒരു കഥയാണ് ഈ നല്ല ശമരിയക്കാരന്റെ കഥ. അതുപോലെ മുടിയനായ പുത്രന്റെ കഥ അനേക ആളുകൾക്ക് ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കോടിക്കണക്കിന് ആളുകളുടെ ഉറക്കം കെടുത്തിയതും അനേകരെ ഭയചകിതരാക്കിയതും ആയ ഒരു കഥയാണ് ധനവാന്റെയും ലാസറിന്റെയും കഥ. ആ ധനവാൻ ഇങ്ങനെ യാതനാ സ്ഥലത്ത് കിടക്കുന്നതും പൊളയുന്നതും പുഴുദേഹത്തൂടെ കയറുന്നതായിട്ടൊന്നും യേശു ആ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ടെന്നാണ് നമ്മുടെ ഓൺലൈൻ ആക്ടിവിസ്റ്റ് ES തോമസ് പറയുന്നത്. ഞാനൊരിക്കലും ES തോമസുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്, എങ്ങനെയായിരിക്കും ഈ തീക്കകത്ത് വീണ് കഴിഞ്ഞാൽ എങ്ങനെ കത്തിപ്പോകത്തില്ലേ? ഇല്ല. അപ്പൊ അദ്ദേഹം അതിന് വിശദീകരണം തരുന്നതാണ്. അദ്ദേഹം ഒരു ബ്രദറൻ പണ്ഡിതനാണ്. അദ്ദേഹം പറയാം, ഇല്ലില്ല, തീക്കകത്ത് വീണാൽ ഉരുകി പോവുകയല്ലാത്ത പ്രത്യേക ഒരു ശരീരം ഇവർക്ക് കൊടുക്കും. മനസ്സിലായി? അതായത് ഈ വലിയ റിസ്ക് ഉള്ള ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് പ്രത്യേക സ്യൂട്ട് ഇടിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ നരകത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് ആളുകൾക്കൊക്കെ ആ നരകത്തിൽ ഹെൽപ്പ് പ്രൂഫ് ബോഡി കൊടുക്കും. എന്ന് പറഞ്ഞാൽ നരകത്തിൽ വീണാൽ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രസമില്ലല്ലോ, കരിഞ്ഞങ്ങ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ രസമില്ലല്ലോ. കാരണം ഈ എന്നിട്ട് ഇവരൊരു ഗാലറി ഉണ്ട്. നമ്മൾ ഈ വിമാനമൊക്കെ പോകുമ്പോൾ ഒരു ഗാലറി, ഗ്ലാസ് ഇട്ട ഗാലറിയാണ്. ആ ഗാലറിയിലാണ് സ്വർഗത്തിലുള്ളവരെല്ലാം ഇരിക്കുന്നത്. അതിങ്ങനെ ചെരിഞ്ഞിരിക്കും, എന്നിട്ട് അവിടെ ഇങ്ങനെ തട്ടുതട്ടായിട്ടിരുന്നിട്ട് ഇവരുടെ വിനോദം വെച്ചാൽ താഴെ ഈ കുഴി കിടക്കുന്നവർ ഇങ്ങനെ തീ കൊണ്ടുള്ള സമുദ്രം പോലെയാണെന്നാണ് ES തോമസ് പറഞ്ഞത്. ഇങ്ങനെ തീ ഇങ്ങനെ തിര പോലെ അടിച്ചു തരിക. അപ്പൊ അതിനകത്ത് വീഴുന്ന ഓരോ തിരമാലയും പൊങ്ങി വരുമ്പോൾ നമുക്ക് ചാക്കോച്ചൻ വരുന്നു, ആണ്ട് തോമാച്ചൻ വരുന്നു. അപ്പൊ ഇവരിങ്ങനെ ഗാലറിയിൽ ഇരിക്കുകയാണ്, അപ്പൊ ഗ്ലാസ് ഇട്ടിരിക്കുക. അപ്പൊ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നവരുടെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ ഈ നരകത്തിൽ കിടന്ന് പൊളയുന്നവരെ കണ്ട് കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് സ്വർഗം. കണ്ടോ? നമ്മുടെ തെക്കേ വീട്ടിലെ ചെറിയാച്ചൻ ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ ഏത് പരുവത്തിലാണ് കിടക്കുന്നതെന്നൊന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുക. ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം എന്തൊരു സ്വർഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ കിടന്ന് പൊളയുക. അത് എവിടെയോ അവർ നരകത്തിലാണ്. സ്വർഗത്തിൽ ദേ ആർ മിസ്സിംഗ് ഇൻ ഹെവൻ. അവരില്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യും, നമ്മൾ ഊഹിക്കുകയാണ് അവരെവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി കാണും, അല്ലെങ്കിൽ നരകത്തിലായിരിക്കും പോയി. അപ്പൊ തന്നെ നമുക്കൊരു വിഷമാണ്. നിങ്ങളുടെ ലൗഡ് വൺസിനെ നിങ്ങൾക്ക് സ്വർഗത്തിൽ റീയൂണിയൻ ഇല്ല എറ്റേണിറ്റിയിൽ. പെന്റക്കോസ് ഉപദേശം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഇല്ല. പക്ഷെ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് നിങ്ങളുടെ മുഴുവൻ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ കണ്ടുമുട്ടും. മഹത്വകരമായ തീരമാണ്. ഗ്ലോറിയസ് ഷോർ ഓഫ് എറ്റേണിറ്റി ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ. ദാറ്റ് ഡേ വിൽ ബി എ ഡേ ഓഫ് ഗ്രേറ്റ് റീയൂണിയൻ. എല്ലാവരെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, എല്ലാവരെയും. അന്നാളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയാച്ചൻ എന്തിയെ, എന്റെ കുഞ്ഞിലെ മരിച്ചുപോയ കുഞ്ഞനിയൻ എന്തിയെ, ഇതൊന്നും ചോദിക്കത്തില്ല. അമേരിക്കയ്ക്ക് വിസ കിട്ടി പോയ പിന്നെ ജോക്കുട്ടനെ പറ്റി ഒരു വിവരമില്ല. ജോക്കുട്ടൻ എന്തിയെ ഒന്നും ചോദിക്കത്തില്ല. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. എല്ലാവരെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ, ദാറ്റ് ഈസ് ട്രൂ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അനിൽക്കൊടിത്തോട്ടത്തിന്റെയും ES തോമസിന്റെയും ഗോസ്പൽ അനുസരിച്ച് ഒരുപാട് പേര് നരകത്തിലാണ്. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇയാളെ കണ്ടില്ല. ഇയാൾ എവിടെയായിരിക്കും പോയത്? പക്ഷെ നമ്മുടെ സ്വർഗത്തിലാണ്. ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. ബിരിയാണി ആയിരുന്നു, ഇനി വൈകിട്ട് എന്നെ ബാർബിക്യൂ എന്ന് കേട്ടിങ്ങനെ നമ്മള്. പക്ഷേ ഈ നമ്മുടെ ആളുകളെ കാണുന്നില്ല. അപ്പൊ നമ്മളിരുന്ന് പറയാ, പോയി കാണും, പോകാനാ സാധ്യത. അല്ലേലും അവന് ഈ ഇടയ്ക്ക് ബീഡി വലിക്കുമായിരുന്നു, അതാ പ്രശ്നം.
അപ്പൊ അങ്ങനെ പുള്ളി വീഡിയോ ഒക്കെ ചെയ്ത് പുള്ളി പോയി. പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഗ്ലാസ് ഇട്ടിട്ട് നമ്മളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നരകം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വർഗത്തിലിരിക്കുന്നവർ നരകം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ കഥ വായിക്കും. ഈ കഥ ആക്ച്വൽ ആണെങ്കിൽ അതാ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെ ഓരോ തിരയും വരുമ്പം അയ്യോ നമ്മുടെ മോളല്ലേ പോകുന്നത്, നമ്മുടെ മോനല്ലേ പോകുന്നത്, എന്തൊരു സ്വർഗമാണ്. ഹിറ്റ്ലർക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റും. ഹിറ്റ്ലർ പോലും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആളുകളെ കൊല്ലും അവിടെ പോയി നോക്കുന്നൊന്നുമില്ല. അപ്പൊ ആ ഹിറ്റ്ലർ സ്വർഗത്തിൽ പോകുമോ എന്നതാണ് ഇവരുടെ ഒരു സംശയം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പണ്ഡിതൻ ചോദിച്ച സംശയമാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ, ഹിറ്റ്ലർ പോകുമോ. ഹിറ്റ്ലറേക്കാൾ കഠിന ഹൃദയമാണ് ഇവർക്ക്. കാരണം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എറ്റേണൽ പ്ലഷേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇരുന്നിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തീക്കകത്തൂടെ ഇങ്ങനെ കടന്ന് പൊള്ളി പൊള്ളി ഇങ്ങനെ എന്ത് ചെയ്യുക തിളച്ച് മറയുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്വർഗമാണ് സ്വർഗമെങ്കിൽ. ഞാൻ ഈ ലൈവിൽ ഇപ്പോൾ 100 പേരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സാധനം വേണ്ട, നിങ്ങൾക്ക് വേണോ? ഇതാണ് ഈ പെന്തക്കോസ്ത് മതം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന വികലമായ സ്വർഗം. അതാണ്. അതേക്കുറിച്ച് നമ്മൾ ഇവരുടെ നരകത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. MBFTയുടെ വകയായിട്ട് അവതരിപ്പിച്ച പാസ്റ്റർ അനിൽക്കൊടുത്തിട്ടും കൊണ്ടുവന്ന നരകത്തെ നമ്മളിവിടെ ശരിയാക്കി എടുക്കുന്നുണ്ട്. അത് വേറൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ജനകോടികളെ ഭയപ്പെടുത്തിയ ഈ കഥയെക്കുറിച്ചാണ്. ജനകോടികളെ, 1-2 പേരെയല്ല, നൂറ്റാണ്ടുകളിലൂടെ ജനകോടികളെ ഭയപ്പെടുത്തിയ ഈ കഥ. നമുക്ക് ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ കഥ വായിക്കാം. കാരണം ഇത് യേശുക്രിസ്തുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നതാണ്. യേശു പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഈ കഥ പറയുന്നത്. അപ്പൊ 15-ാം അധ്യായം തൊട്ടാണ് ഇതിന്റെ പശ്ചാത്തലം ആരംഭിക്കുന്നത്. അതിന്റെ 15-ാം അധ്യായം 1-ാം വാക്യം. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. യേശുവിന്റെ ഓഡിയൻസ് ഒരു വശത്ത് ചുങ്കക്കാരും പാപികളും, മറുവശത്ത് പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പൊ ആ ഓഡിയൻസിനെ നോക്കിയിട്ട് യേശു ഇങ്ങനെ കഥ പറയുകയാണ്. അപ്പൊ ആദ്യം ഒരു കഥ പറഞ്ഞു 100 ആടിന്റെ കഥ, പിന്നെ ഒരു കഥ പറഞ്ഞു 10 ദ്രഹ്മയുടെ കഥ, പിന്നെ ഒരു കഥ പറഞ്ഞു 2 പുത്രന്മാരുടെ കഥ. ഈ യേശു എന്തിനാ ഇതെല്ലാം പറയുന്നേ? ഇതെല്ലാം അവരെ പ്രോക്ക് ചെയ്യിക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഇന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കത് വായിക്കുമ്പം നമ്മൾ വളരെ ഭക്തിപൂർവ്വം ഇരുന്ന് വായിക്കുക. പിന്നെയോ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, അവരിൽ ഇളയവൻ അപ്പനോടൊപ്പം വസ്തുവിന് എനിക്ക് വരേണ്ടത് പങ്കു തരണമേ. നമുക്കിത് മനസ്സിലാകത്തില്ല. അന്നത്തെ ആ പശ്ചാത്തലം എന്താണെന്നും യേശു എന്തിന്, ആരോട്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് പറഞ്ഞു എന്ന് ചിന്തിക്കണം. അപ്പൊ അതാണ്. അപ്പൊ ഇങ്ങനെ ഇവരോട് ഇതൊരിക്കൽ നമ്മൾ ലൂക്കോസ് 15 വിശദമായിട്ട് നമ്മൾ ഈ ലൈവിൽ ചിന്തിച്ചാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അവരിങ്ങനെ ഈ കഥകൾ കേട്ടോണ്ടിരിക്കുക. 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഈ അധ്യായങ്ങൾ പിന്നീട് തിരിച്ചതാണ്. അപ്പൊ ഈ അധ്യായം കാണുമ്പോൾ നിങ്ങൾ ഇത് വേറൊരു സംഭവം എന്ന് ഓർക്കരുത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരം ഉണ്ടായിരുന്നു. അവൻ അവന്റെ വസ്തു നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? ഞാൻ ആ സ്റ്റോറി മുഴുവൻ വായിക്കുന്നില്ല, കാരണം ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ധനവാനായ ഒരു മനുഷ്യന്റെ അനീതിയുള്ള മാമോനെ കുറിച്ചുള്ള കഥ യേശു പറയുകയാണ്. എന്നിട്ട് യേശു കൺക്ലൂഡ് ചെയ്യുകയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. ഒരുവൻ മറ്റവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ഒരേ സമയം ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇതൊക്കെ ഈ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ യേശുവിന്റെ ഓഡിയൻസിൽ ഒരു വശത്ത് ചുങ്കക്കാരും പാപികളും,
മറുവശത്ത് പരീശന്മാര് ശാസ്ത്രിമാരും. ഇപ്പൊ യേശു ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കഥകൾ പറയുക, 1 by 1 ആയിട്ട് കഥകൾ വരിക. അവസാനം യേശു ഒരു പ്രബോധനം നടത്തി. ദ്രവ്യാഗ്രഹം വലിയ ദോഷമാണ്. നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരേപോലെ സേവിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇത് ദ്രവ്യാഗ്രഹികളായ പരീശന്മാരുടെ ചങ്കിൽ കൊണ്ടു. അവരെന്ത് ചെയ്തു? അവനെ പരിഹസിച്ചു, അവന്റെ ടീച്ചിങ്ങിനെ പരിഹസിച്ചു. കഞ്ചാവ് അടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനെ പരിഹസിച്ചു കഴിഞ്ഞപ്പോൾ യേശു നേരെ ഇങ്ങനെ അവരുടെ നേരെ തിരിഞ്ഞു. ഉണ്ടോ തിരിയുന്നുണ്ടോ? ഇങ്ങനെ തിരിഞ്ഞ് ഇനി അടുത്തായിട്ട് അഡ്രസ് ചെയ്യുന്ന ആരെയാ? ഇപ്പൊ ദ്രവ്യാഗ്രഹികളായ പരീശന്മാരോട് യേശു പറഞ്ഞ കഥയാണ്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ബൈബിൾ എടുത്ത് കെയർഫുൾ ആയിട്ട് നോക്ക്. അപ്പൊ യേശു ആരെയാണ് അഡ്രസ് ചെയ്തത്? ദ്രവ്യാഗ്രഹികളായ പരീശന്മാരെ അഡ്രസ് ചെയ്ത് യേശു പറയുന്ന കഥയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പൊ 16 അധ്യായം 9-19 വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. നമ്മൾ യേശുവിന്റെ ഉപമകളെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ലോകമെങ്ങും യേശു കർത്താവിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. അവൻ ഉപമകളാൽ അവൻ സംസാരിച്ചു. അവൻ എന്തിനാണ് ഉപമകളിലൂടെ സംസാരിച്ചത്? നമ്മൾ എന്തിനാ ഉപമ പറയുന്നത്? ഇപ്പൊ എന്നെ പറ്റിയുള്ള വലിയൊരു ആരോപണം, എല്ലാത്തിനും അങ്ങ് എക്സാമ്പിൾ പറയുകയാണ്. പുള്ളി എക്സാമ്പിൾ പറയുകയാണ്. എന്താ ചെയ്തു? ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോ എക്സാമ്പിൾ പറയും. നമ്മളങ്ങനെയാ, സ്കൂളിൽ അധ്യാപകനാണല്ലോ എക്സാമ്പിൾ പറയും. ഈ എക്സാമ്പിൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന യേശു കർത്താവ് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ യേശു കർത്താവ് എക്സാമ്പിൾ പറഞ്ഞത് എന്തിനാ? നമ്മളൊക്കെ എക്സാമ്പിൾ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ യേശു പക്ഷെ പ്രസംഗം തുടങ്ങിയ കാലഘട്ടത്തിൽ യേശു എക്സാമ്പിൾ ഒന്നും പറഞ്ഞില്ല. ഉപമകൾ ഇല്ലാതെയാണ് യേശു പ്രസംഗം തുടങ്ങി. യേശുവിന്റെ പ്രസംഗം ഉപമ ഇല്ലാതെയാണ്. കാരണം യേശു പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെ, ഇപ്പോൾ നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെയാണ് യേശു. ആ ഉപമയില്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5 അധ്യായം എടുക്കണം. 13 അധ്യായം, മത്തായിയുടെ സുവിശേഷം 13 അധ്യായം, അവിടെ വരുമ്പോഴാണ് ഉപമ വരുന്നത്. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിൽ അരികെ ഇരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാവരും കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ പിന്നെ ഉപമയായി. എപ്പോഴാണ് ഉപമ പറയാൻ തുടങ്ങി? അതിന് തൊട്ടു പുറകെ നോക്കണം, ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. കാരണം യേശു കർത്താവിനെതിരായിട്ട് അവന്റെ പ്രബോധനങ്ങളെ നിരസിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവൻ ഉപമകൾ പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, 10 വാക്യം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 13:10. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിക്കുക, അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു. അവൻ ശിഷ്യന്മാരുടെ ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കും. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വരുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. വല്ല മനസ്സിലായോ എന്ന് പറഞ്ഞ ഈ ആളുകള് മനസ്സിലാക്കരുത് എന്ന ഉദ്ദേശത്തിലാണ് താൻ ഉപമ പറഞ്ഞത്. ഉപമകളെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ യേശു ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമായിരുന്നു. യേശു പറയാണ്, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും.
ഏറിയ പ്രവാചകന്മാർ ഇതിനു വേണ്ടി കൊതിച്ചിരുന്നു. ഏതിനാ? ഈ ലൈവ് കേൾക്കാൻ. കാരണം നിങ്ങൾക്ക് ഇതിന് ഭാഗ്യം കിട്ടിയിരിക്കുന്നു. അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും മനസ്സുകൊണ്ട് തിരിയാതെ അവർക്ക് ദൈവത്തിന്റെ സൗഖ്യം ലഭിക്കാതെ ഇരിക്കേണ്ടതിന് ഉപമകൾ സംസാരിച്ചിരിക്കുന്നു. ഈ നൂറ്റാണ്ടുകളിലൂടെ ഈ കോടിക്കണക്കിന് ആളുകളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ ഈ ഉപമ, അനേകരെ ഭയചകിതരാക്കിയ ഈ ഉപമ, അനേകരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഉപമ, അനേക ധനവാന്മാർ പ്രയാസപ്പെട്ടു പോയ ഉപമ. എന്തിനാന്ന് വെച്ചാൽ കർത്താവിനോട് ചേർന്നിരിക്കാത്തവർക്ക് ഇത് മനസ്സിലാകരുത്. ഇപ്പൊ നമ്മളിത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും പിന്നെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും. അവരെ നമ്മൾ ഗൗനിക്കുന്നേ ഇല്ല. കാരണം അവരാരാണ്? ഇല്ലാത്തവരാണ്. അവരുടെ ഉള്ളതും കൂടെ എടുത്തു കളയും. ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്കോ അധികം നൽകപ്പെടും. അതാണ് യേശു പറഞ്ഞത്. അപ്പൊ ഉപമ പറഞ്ഞതിന്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. യേശു ഉപമ പറഞ്ഞതിന്റെ പർപ്പസ് കാര്യങ്ങളെ സിമ്പിൾ ആക്കാനല്ലായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ. യേശു ഉപമ പറഞ്ഞത് കാര്യങ്ങളെ സിമ്പിൾ ആക്കാനല്ലായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആക്കാനായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മനസ്സുള്ളവർ മാത്രം ഇത് ഗ്രഹിച്ചാൽ മതി, അല്ലാത്തവർ ഗ്രഹിക്കണ്ട. അപ്പൊ യേശു പറഞ്ഞ ഉപമ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് ആക്ച്വൽ സംഭവമാണെങ്കിൽ നമ്മൾ പറയുക, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പറഞ്ഞ് ഒരുത്തൻ അവന്റെ മേശയുടെ കീഴെയോ വഴിയിലോ അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു. വ്രണങ്ങളൊക്കെ ബാധിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അവൻ സ്വർഗത്തിൽ പോയി, മറ്റോ നരകത്തിൽ പോയി. അപ്പൊ ഇതിനകത്ത് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, സഭയിൽ പോയി, ഇതൊന്നുമില്ല. ധനവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പാപം ചെയ്തായിട്ട് യേശു പറയുന്നില്ല. അപ്പൊ അത് ആക്ഷരികമായിട്ട് നമ്മൾ ലിറ്ററലായിട്ട് അതേപടി എടുത്താൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ പണക്കാരും നരകത്തിൽ പോകും, എല്ലാ പിച്ചക്കാരും സ്വർഗത്തിൽ പോകും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തു. അപ്പൊ യേശു പറഞ്ഞ ഉപമ ഇവര് പറയുന്ന മാപിനികൾ ഉപയോഗിച്ച്, മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഗ്രഹിച്ചാൽ അതേപടി യേശു പറഞ്ഞ അതേപടി നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ വായിച്ചു നോക്കുക. ലൂക്കോസ് സുവിശേഷം 16 അധ്യായത്തിൽ 19 വാക്യം തൊട്ട് ആ ഉപമ വായിച്ചാൽ ചില ആളുകൾ പറയുന്നുണ്ട് അത് ഉപമയല്ലായിരുന്നു, അതൊരു റിയൽ സംഭവമായിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഉപമകൾക്കകത്ത് ആളുകളുടെ പേര് പറയുന്നില്ല. ഇതിനകത്ത് ഒരാളുടെ ലാസർ എന്നുള്ള പേരുണ്ട്, അബ്രഹാം എന്നുള്ള പേരുണ്ട്, അതുകൊണ്ട് അത് ഉപമയല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതേക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി. യേശു പറഞ്ഞാണ്. അത് സ്റ്റോറി അല്ല എന്ന് പറഞ്ഞാലുള്ള അപകടം ഇതാണ്. സ്റ്റോറി അല്ലെങ്കിൽ അതേപടി എടുത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. വഴിയരികെ കിടക്കുന്നവരെല്ലാം ഹോംലെസ് പീപ്പിൾ, വീട്ടിൽ ഭവനരഹിതർ, അവർക്കെല്ലാം ഉള്ളതാണ് സ്വർഗം. അവരെല്ലാം രക്ഷപ്പെടും. വല്ല വീടോ കൂടോ ഒക്കെ ഉള്ളവന്റെ എല്ലാ കാര്യം കുഴപ്പത്തിലാകും. ഇതാണ് ആ കഥ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല യേശു ഉദ്ദേശിച്ച്. അതുകൊണ്ട് നമ്മൾ ആ ഉപമ എന്താണ് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ശരിയായ വിധത്തിൽ. അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് എല്ലാ പണക്കാരും നരകത്തിൽ പോകുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിയായ വിധത്തിൽ പഠിക്കുകയാണ്. അപ്പൊ അവിടെ ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. There was a certain rich man who was clothed in purple and fine linen and fair. എല്ലാ ദിവസവും സന്തോഷിക്കുന്ന ഒരു ധനവാനായ മനുഷ്യൻ. അപ്പൊ അവൻ എന്ത് ധരിച്ചിരുന്നു? അവൻ ധൂമ്ര വസ്ത്രം, പർപ്പിൾ ക്ലോത്തും ലിനൻ ക്ലോത്തും ഒക്കെ ധരിച്ചിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് അന്നത്തെ ആളുകളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പർപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും രാജകീയതയെ സൂചിപ്പിക്കുന്ന ധൂമ്രവസ്ത്രം, രാജത്വത്തെ സൂചിപ്പിക്കുന്നു. ലിനൻ വസ്ത്രം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ പൗരോഹിത്യവും രാജത്വവും ആ മനുഷ്യനിൽ സിംബോളിക്കായിട്ട് കർത്താവ് സൂചിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് പറയുന്ന ഉപമ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. കർത്താവിന്റെ ഉപമകൾ കേൾക്കുമ്പോൾ അവര് ദീർഘനേരം ഡിസ്കസ് ചെയ്യുമായിരുന്നു. നമ്മളിപ്പം വായിച്ചിട്ടൊരു കഥ പോലെയാണ്. പക്ഷെ പരീശന്മാരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഇവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അവർ ഇവന്റെ പിന്നാലെ കൂടിയിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ഒരു തരത്തിലും മനസ്സിലാകാതെ വലിയ കോഡുകൾ വെച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ കോഡ് അൺലോക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. നമ്മളൊരു പുരോഹിതന്മാർക്ക് കൊടുത്തിരിക്കുന്ന
ഒരു വസ്ത്രധാരണ രീതിയും രാജാക്കന്മാർ കൊടുത്തിരിക്കുന്ന വസ്ത്രധാരണ രീതിയും മിക്സ് ചെയ്താണ് യേശു പറഞ്ഞത്. അപ്പോൾ ഈ ധനവാൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ധനവാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ല യേശു ഉദ്ദേശിച്ചത്. കാരണം അത് ആ ഗ്രൂപ്പിനോടാണ് യേശു പറഞ്ഞത്. ഗ്രൂപ്പിനോട് എന്ന് പറഞ്ഞാൽ യഹൂദ ജനം, ആ യഹൂദ ജനത്തെയാണ് കർത്താവ് ധനവാൻ എന്ന് ഉദ്ദേശിച്ചത്. സമ്പന്നരായിരിക്കുന്ന യഹൂദ ജനം. നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 19 അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകുന്നു. ഇപ്പൊ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജത്വമാണ്. അപ്പൊ ഈ സുഖിച്ചിരിക്കുന്ന ഈ ധനവാനായ അധികാരമുള്ള ഒരു പുരോഹിതൻ, അതാണ് അവിടെ പിക്ചറൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ യേശുവിന്റെ ആ ഉപമ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ഒരു ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവന് രാജത്വവുമുണ്ട്, പൗരോഹിത്യവുമുണ്ട്. ഇപ്പൊ രാജത്വവും പൗരോഹിത്യവുമുള്ള അവൻ സുഖിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തൊരു വാക്യം അപ്പോസ്തലനായ പൗലോസ് വായിച്ചത് റോമാലേഖനം 9-ാം അധ്യായം 3-ാം വാക്യം. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ. പൗലോസ് പറയാ, അവർ ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പൊ ഇസ്രായേലിയരുടെ കാര്യം പൗലോസ് പറയാണ്, they are so rich. they were so rich. അവർ അതിസമ്പന്നരായിരുന്നു. എന്തിനാൽ അവർ സമ്പന്നരായിരുന്നു? അവർ പുത്രത്വത്താൽ സമ്പന്നരായിരുന്നു, തേജസ്സിനാൽ സമ്പന്നരായിരുന്നു, വാഗ്ദാനങ്ങളാൽ സമ്പന്നരായിരുന്നു, ന്യായപ്രമാണങ്ങളാൽ സമ്പന്നരായിരുന്നു, നിയമങ്ങളാൽ സമ്പന്നരായിരുന്നു, ആരാധനയാൽ സമ്പന്നരായിരുന്നു. അപ്പൊ അവരുടെ സമ്പത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അവരുടെ സമ്പത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവർക്ക് ഈ അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ധനം എന്ന് തന്നെയാണ്. നിങ്ങൾ റോമാലേഖനം വായിച്ചു കഴിഞ്ഞാൽ 9:24 വായിച്ചു കഴിഞ്ഞാൽ തന്റെ തേജസ്സിന്റെ ധനം. അപ്പൊ ആ ഒരു ടേമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പുത്രത്വവും ഈ രാജത്വവും ഈ വാഗ്ദത്വവും ഈ ആരാധനയും ഈ ന്യായപ്രമാണവും ഈ പൗരത്വവും ഇതെല്ലാം സമ്പത്ത് എന്ന ഒരു രീതിയിലാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. സമ്പത്ത്. അപ്പോൾ അവരുടെ സമ്പത്ത് അത് റോമാലേഖനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, അവരുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ധനവാനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ധനവാൻ ഒരു വ്യക്തിയല്ല, മറിച്ച് ഇസ്രായേൽ ആണ് എന്ന് മനസ്സിലാക്കണം. കാരണം കർത്താവ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോയിട്ട് വായിക്കും. ലാസർ ആരായിരുന്നു? ലാസർ ആരായിരുന്നു എന്ന് നമ്മൾ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. അപ്പൊ ഈ കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റോമാലേഖനം 9:3 അവരെ കുറിച്ച് പറയാണ്, അവർക്കെന്തുണ്ട്? പിതാക്കന്മാരും വാഗ്ദാനങ്ങളും ന്യായപ്രമാണവും ആരാധനയും തേജസ്സും പുത്രത്വവും അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത്
നമ്മളെ സംബന്ധിച്ച്, വിജാതീയരെ സംബന്ധിച്ച്, ജാതികളെ സംബന്ധിച്ച് പറയുകയാണ്, നമുക്കെന്തായിരുന്നു, നമ്മളെ സംബന്ധിച്ച് പറയുകയാണ്, we were at that time separated from Christ, alienated from commonwealth of Israel, and strangers to the covenants of promise, having no hope and without God in the world. അപ്പൊ ആ കാലഘട്ടത്തിൽ സത്യദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയുള്ളതും വാഗ്ദത്തമുള്ളതും പുത്രത്വമുള്ളതും തേജസ്സുള്ളതുമായ ഏക ധനവാൻ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഓഫ് ഇസ്രായേലാണ്. ഇസ്രായേൽ സമൂഹമാണ്. ആ ഇസ്രായേൽ സമൂഹമാണ് എന്ത് ചെയ്യുന്നത്? ഈ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിജാതീയരായ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? വിജാതീയരായ ആളുകൾ അവരെന്താണ്? വി ആർ എലിനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. നമ്മൾക്ക് വാഗ്ദാനങ്ങളില്ലായിരുന്നു, നമുക്ക് പ്രത്യാശയില്ലായിരുന്നു, നമുക്ക് ലോകത്തിൽ ദൈവം ഇല്ലായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ വായിക്കാം. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോറിന്റെയും അതിർനാട്ടിൽ ചെന്നൊരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫൈനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറു നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. സോ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ വിജാതീയ സ്ത്രീ ഒരു നായക്കുട്ടിയാണ്. എവിടെയാണ്? മേശയ്ക്ക് കീഴെയുള്ള ഒരു നായക്കുട്ടിയാണ്. ആ സ്ത്രീ അത് അഡ്മിറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വിജാതീയരുടെ സ്പിരിച്വൽ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വിജാതീയരുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ്, ആത്മീക അവസ്ഥയെക്കുറിച്ച്. അപ്പൊ ഈ സ്റ്റോറിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുകയാണ്, ലാസർ എന്നു പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. അപ്പൊ നായ്ക്കൾ, ഈ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ വിജാതീയരാണ്. വളരെ വ്യക്തമായിട്ട് മറ്റേ സുറഫേനിക്ക ജാതി സ്ത്രീയോട് പറയുമ്പോൾ അപ്പൊ ഇറ്റ്സ് എ ഫെലോഷിപ്പാണ്. നായ്ക്കളുടേതായ ഒരു കൂട്ടായ്മയാണ്. എവിടെയാണ്? അണ്ടർ ദ ടേബിൾ ഓഫ് ദ റിച്ച് മെൻ. ഇപ്പൊ ഇത് കാണിക്കുന്നത് ലോകത്തിന്റെ പിക്ചറാണ്. ഇപ്പൊ ഇസ്രായേൽ എന്ന ധനവാൻ വാഗ്ദാനങ്ങളും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും പുത്രത്വവും തേജസ്സും അതിലെല്ലാം സമ്പന്നരായിരിക്കുന്ന ഇസ്രായേലിയർ ധൂമ്രവസ്ത്രവും പട്ടും രാജ്യത്വവും പൗരോഹിത്യവും സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്നു. താഴെ ദൈവത്തോട് ബന്ധമില്ലാതെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ, ലോകത്തിൽ ദൈവമില്ലാതെ, പ്രത്യാശയില്ലാതെ നിസ്സഹായരായ ഹോപ്പ്ലെസ് ജെന്റൈൽസ്. ദിസ് ഈസ് ദ പിക്ചർ. യേശു പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ്. ഒരു സെക്കൻഡ്, നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസ് എന്തൊക്കെ എഴുതുന്നത് നോക്കുക. സോറി കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ പിക്ചർ. അപ്പൊ ഈ നമുക്കിപ്പോ ഏകദേശം ഒരു പിക്ചർ മനസ്സിലായി. ഇപ്പൊ യേശു കർത്താവ് പറഞ്ഞ് വരുന്നത് ഒരു സ്റ്റോറി പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റോ അല്ല, അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു ഉന്നമുണ്ട്. ആ ഒരു ഉന്നം വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ ധൂർത്തനായ പുത്രന്റെ ഇത് വായിച്ചായിരുന്നു, പുത്രൻ മടങ്ങി വരുന്നതൊക്കെ. അപ്പൊ കർത്താവ് ആരെയാണ് ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് ആ സ്റ്റോറി അവരെ പ്രൊവോക്ക് ചെയ്തത്
എന്തുകൊണ്ടാണ് ആ സ്റ്റോറി അവരെ പ്രൊവോക്ക് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ ലൂക്കോസ് സുവിശേഷം 16 ആ സ്റ്റോറിയിലേക്ക് പോവാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ഒരു പ്രസംഗ വിഷയമാണ്. സെമിത്തേരി ഇല്ലാത്ത പെന്റക്കോസ്റ്റൽ ചർച്ചുകൾ ഊന്നി എടുക്കുന്ന വാക്യമാണ് നമുക്ക് സെമിത്തേരി ഇല്ല, കാരണം നമ്മൾ ലാസറാണെന്നും ധനവാനെ അടക്കിയെന്നാണല്ലോ. അത് മുത്തിക്കുടയും അച്ഛനും ഒക്കെ വന്ന് അടക്കുമെന്നും ആ സമയത്ത് കത്തോലിക്കരും വ്യാപാരക്കാരും ഒക്കെ കുത്താനും ഒക്കെ ഈ വാക്യം വെച്ച് പ്രസംഗിക്കുമായിരുന്നു. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് ഈ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിനാണല്ലോ. കണ്ടോ, നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ അടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എവിടെ ഇരിക്കും, നേരെ നമ്മളെ ദൂതന്മാർ കൊണ്ടുപോകും. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറി. ഇപ്പൊ ലാസർ മരിച്ച് ലാസറെ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. ഇവിടെയാണ് നമ്മുടെ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. യേശു കർത്താവ് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഈ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓർക്കും, അബ്രഹാമിന്റെ മടിയിൽ കയറി എല്ലാവരും ഇരിക്കും. ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ക്ലോസ് റിലേഷൻഷിപ്പിനെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്, മടിയിലിരിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ അബ്രഹാമിന്റെ മടിയിലിരിക്കുകയാണ്. അന്ന് യഹൂദന്മാരുടെ ഇടയിലെ ഈ അത്താഴ വിരുന്നുകൾക്ക് ഈ അത്താഴ വിരുന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ആതിഥേയന്റെ ഏറ്റവും അടുത്തിരിക്കാൻ കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഈ ആതിഥേയന്റെ ദേഹത്തോട്ട് ഇങ്ങനെ ചാരിയിരിക്കാം. ഒക്കെ ഇന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ചാരിയിരിക്കാം. അതൊരു ഭയങ്കര പ്രിവിലേജാണ്. ഇപ്പൊ ഏറ്റവും എസ്റ്റീംഡ് ഗസ്റ്റാണ്. ഇപ്പൊ നമ്മുടെ ഈ മോഡേൺ വിരുന്നുകളിലൊക്കെ ആ ചെറിയ കുറിയ വശത്തിരിക്കുന്ന തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാലൊരു ഇതാണ്, പൊസിഷനാണ്. യേശു കർത്താവ് നടത്തിയ അവസാനത്തെ അത്താഴത്തിൽ അവന്റെ മാർബോട് ചാരിയിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്. മാർബോട് ചാരിയിരുന്നു. മാർബോട് ചാരിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഏറ്റവും പ്രമുഖനായിരിക്കുന്ന വ്യക്തിയാണ്. കാരണം മെയിൻ ആളുടെ അടുത്ത് ചെന്ന് ചാരിയിരിക്കുക. അപ്പൊ ആ ഒരു ആശയമാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രഹാമുമായിട്ട് ഒരു അടുത്ത ബന്ധം ഉണ്ടായി എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനൊരു വാക്യം നമ്മൾ വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളുടെ പൊരുള് ഏറെക്കുറെ തിരിഞ്ഞു വരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അതായത് ഇവിടെ അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ജാതികളെയും ദൈവം നീതീകരിക്കുന്നു എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് ദൈവം മുൻപ് കൂട്ടി അറിയിച്ചു. But this gospel was proclaimed to Abraham. അതാണ് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഈ സുവിശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇത് യുഗങ്ങളുടെ സുവിശേഷമാണ്, ഗ്ലോറിയസ് ഗോസ്പൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാലത്തല്ല. ഇത് അബ്രഹാമിനോട് ഈ സുവിശേഷം അറിയിച്ചു എന്നാണ് ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷം, ആ സുവിശേഷം ഒരു മർമ്മമായി പൗലൂസിന് വെളിപ്പെടുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പറയാണ് ജാതികൾ എന്തിനാണ് ഇതിൽ പങ്കാളികളാകും എന്നുള്ള സുവിശേഷം. അതൊരു മർമ്മമാണ്, അതെനിക്ക് മനസ്സിലായി. ജാതികൾ ഇതിൽ പങ്കാളിത്തം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അവിടെ വായിക്കുമ്പം
എഫേസ്യർ 2 നോക്കണം. എഫേസ്യർ 2 നോക്കുമ്പം അവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ ഇനി 3-ാം അധ്യായം 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ധനവാൻ ആരാന്ന്? ഈ ധനവാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ധനം എന്താണ്? ആ ധനമാണ് ഈ അപ്രമേയ ധനം. ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ആ അവകാശം, ആ അധികാരം, ആ ആക്സസ്, അതാണ് റിച്ചസ് ഇൻ ഹിസ് ഗ്ലോറി. അവിടെയും ഗ്ലോറിയാണ്. തേജസ്സുള്ള ധനം, അല്ലെങ്കിൽ തേജസിന്റെ ധനം, മഹത്വമേറിയ ധനം. ദ ഗ്ലോറിയസ് റിച്ചസ് ഇൻ ക്രൈസ്റ്റ്. Glorious riches in Christ. This gospel is about the glorious riches in Christ. That's what we call this glorious gospel. Glorious gospel. അപ്പൊ ഈ ഗ്ലോറിയസ് റിച്ചസ് അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ റിച്ചസ് കയ്യിലുണ്ടായിരുന്ന ധനവാൻ, ആ റിച്ചസിന് അന്യരും പരദേശികളും ആയിരുന്ന ലാസർ. അപ്പൊ ആ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്രായേൽ ജാതികൾ. ഇപ്പോ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചനുസരിച്ച് അവിടെ വായിച്ചത് അബ്രഹാമിന്റെ ഈ സമ്പത്തിന് ജാതികൾക്ക് അവകാശം കിട്ടുമ്പോൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർ എന്തായിത്തീരുന്നു? ശാപഗ്രസ്തരായിത്തീരുന്നു. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹാപ്പൻഡ്. അതാണ് അവരുടെ മരണം എന്ന് പറയുന്നത്. അവരുടെ മരണം ആരുടെ മരണമാ? ലാസറിന്റെയും ധനവാന്റെയും മരണം. അതെങ്ങനെ ലാസറും ധനവാനും മരിച്ചത്? ഈ ലാസറും ധനവാനും ഒരുമിച്ച് മരിച്ചു. എന്ന് മരിച്ചു? ലാസറും ധനവാനും ഒരുമിച്ച് മരിച്ചു. എവിടെ വെച്ചാണ് ഒരുമിച്ച് മരിച്ചത്? ലാസറും ധനവാനും ഒരുമിച്ച് മരിച്ചത് ഞാൻ കാണിച്ചു തരാം. പിടിച്ചിരുന്നോണം. അതിന് നമുക്ക് കൊരിന്ത്യ കാലഘട്ടത്തിൽ ലേഖനം എടുക്കേണ്ടി വരും. കൊരിന്ത്യ ലേഖനം എടുക്കുക. എന്നിട്ട് അതിന്റെ 4-ാം അധ്യായം, അല്ല 5-ാം അധ്യായം, കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. 2 കൊരിന്ത്യർ 5:14. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിർണയിക്കും. അതായത് ക്രിസ്തു മരിച്ചപ്പോൾ മുഴു ലോകവും അവനോടുകൂടെ മരിച്ചു. ക്രിസ്തു മരിച്ചപ്പോൾ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലും മരിച്ചു, ജാതികളും മരിച്ചു. അപ്പൊ ഇസ്രായേലിയ ലോകത്തെയും വിജാതീയ ലോകത്തെയും വേർപാടിന്റെ നടുച്ചുവർക്ക് അപ്പുറത്തും ഇപ്പുറത്തും തിരിക്കപ്പെട്ടിരുന്ന ഈ 2 വിഭാഗങ്ങളടക്കമുള്ള ഹോൾ ഹ്യൂമാനിറ്റി, മുഴു മാനവവർഗവും ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ക്രിസ്തുവിനോടുകൂടെ മരിച്ചപ്പം അതുവരെ നായ്ക്കൾ നക്കിക്കൊണ്ടിരുന്ന വ്രണബാധിതനായ ആ മേശമേൽ നിന്നൊരു കഷ്ണമെങ്കിലും വീഴുമോ എന്ന് കരുതി കാത്തിരുന്ന വിജാതിയർ എന്ത് ചെയ്തു? എലിവേറ്റഡ് ടു ദ ബോസം ഓഫ് എബ്രഹാം. അബ്രഹാമുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് വന്നു. സോ ദേ ബിക്കെയിം ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടു വിശ്വാസികൾ. അൻറ്റിൽ ദെൻ, അതുവരെ അബ്രഹാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. അവന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഈ അബ്രഹാം വന്നിട്ടില്ല. പക്ഷേ ഈ മരണം സംഭവിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ അന്യഭാഷ പറയാനുള്ള സെഷനാണ്. മണിയടിക്കുന്നു. ഞങ്ങൾ പെന്തക്കോസ്റ്റൽ പ്രീച്ചിങ്ങിലാണ് ഈ സമയത്ത്. പിന്നെ അന്യഭാഷയായി, ഡ്രമ്മായി. അപ്പൊ നിങ്ങൾ അതെല്ലാം ഉണ്ടെന്ന് ഓർത്തോണം. ഇവിടെ ഒന്നുമില്ല.
അപ്പോ നമ്മൾ എവിടെ വായിച്ചുകൊണ്ടിരുന്നത് കൊരിന്ത്യലേഖനം. അപ്പൊ അങ്ങനെ എല്ലാവരും മരിച്ചപ്പോ 2 സ്ഥലത്തോട്ട് പോയി. എഫേസ്യ ലേഖനം 2:19 വായിക്കാൻ പോവാ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. കണ്ടോ, നായ്ക്കള് നക്കിക്കൊണ്ടിരുന്ന വ്രണബാധിതനായ, ക്രംസ് ഓഫ് ബ്രെഡിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആ വിജാതിയർ, now what happened? Now they are seated with Christ in heavenly realms. ഇപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ അവനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു, അബ്രഹാമിനോട് കൂടെ. യേശു പറഞ്ഞത് എന്താണ്? നമ്മൾ കേട്ടത് എന്താണ്? നൂറ്റാണ്ടുകളിൽ ആളുകൾ പേടിച്ചത് എന്താണ്? അപ്പോൾ വിജാതിയർ എവിടെ പോയി? വിജാതിയർ എവിടെ പോയി? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. സഭയാം തിരുസഭയാമീ ഞാൻ, അത്യുന്നതനുടെ മണവാട്ടി, പാവന സഭ ചൊന്നിടുന്നു, എൻ വരനേവം ഞാൻ ധന്യ. ഇപ്പം ജാതികളാ. യോസഫിനെ സഹോദരന്മാർ കണ്ടപ്പോ ജാതികളിൽ നിന്നുള്ളൊരു സ്ത്രീ അവന്റെ വലതുവശത്ത് മണവാട്ടിയായിട്ട് നിൽക്കുന്ന കണ്ടു. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൻ സൂനു, നൃപതി ശലോമോൻ വിമല സഭേ, നിന്നെ വാഴ്ത്തുന്നു, നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു, വസന സുഗന്ധം നീസാൻ കുസുമസമം. എന്ന് പറഞ്ഞാൽ ഈ വിജാതീയരായിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ ആ വലിയ പദവിയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലൂസ് മിസ്റ്ററി ഓഫ് ഏജസ്, മിസ്റ്ററി ഓഫ് ചർച്ച്, മിസ്റ്ററി ഓഫ് ഹിസ് ഗ്ലോറിയസ് റിച്ചസ്, അവന്റെ മഹിമാധനത്തിന്റെ മർമ്മം, അവന്റെ സഭയുടെ മർമ്മം, യുഗങ്ങളുടെ മർമ്മം എന്ന് പറയുന്ന ഈ മർമ്മത്തെ മുൻകൂട്ടി ഉപമയായി യേശു കർത്താവ് പ്രസ്താവിക്കുകയാണ്. ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് റിച്ച് മാൻ ആൻഡ് ലാസറസ്. ലാസറസ് എന്ന വാക്കിന്റെ അർത്ഥം എലിയാസർ എന്ന ഹീബ്രു വാക്കിന്റെ സമാനമായ ഗ്രീക്ക് വാക്കാണ് ലാസറസ്. അതിന്റെ അർത്ഥം ദൈവം സഹായിക്കുന്നവൻ എന്നാണ് അർത്ഥം. മലയാളത്തിൽ ആ വാക്ക് ലാസർ എന്നുള്ള പേര് മലയാളത്തിലാക്കിയ ദൈവസഹായം. തമിഴിലൊക്കെ നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ ഒത്തിരി ആളുകളുണ്ട് ദൈവസഹായം. ദൈവസഹായം എന്ന് പേരുള്ള ഒരാളെ പണ്ട് ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസഹായം, ദൈവസഹായം എന്നാണ് അതിന്റെ അർത്ഥം. ആരാണ് ലാസർ? ഞാനാണ്, നീയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ സഭയാണ്, ജാതികളിൽ നിന്നുള്ള ദൈവത്തിന്റെ സഭ. വി ആർ ലാസറസ്. ദൈവസഹായമാണ്, ദൈവത്തിന്റെ കരുണയാണ്. നത്തിങ് എൽസ്, ഓൺലി ദ ഗ്രേസ് ഓഫ് ഗോഡ്, മേഴ്സി ഓഫ് ഗോഡ്, കുറിയലൈസോൻ. അതാണ് ഈ കുറിയലൈസോൻ. കാരണം നമ്മൾ ലാസറാണ്. ഇപ്പൊ ലാസർ പറയുകയാണ്, ഹോൾ ചർച്ച് നമ്മൾ ഉയർത്തപ്പെട്ടു. അവൻ ദരിദ്രനെ എന്ത് ചെയ്യും? കുപ്പയിൽ നിന്ന് ഉയർത്തും, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തും, അബ്രഹാമിന്റെ മടിയിൽ ഇരുത്തും. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലും ഉയർപ്പിലും സംഭവിച്ചത്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിപ്പോ അവിടെ കൊണ്ട് വലിയൊരു തീക്കകത്ത് കൊണ്ട് ഇട്ടു. അപ്പോ ഈ ധനവാൻ എന്ത് സംഭവിച്ചു? ക്രിസ്തുവിന്റെ ഉയർപ്പോടുകൂടെ ധനവാൻ എന്ത് സംഭവിച്ചു? യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ടു. ഇത് ശൂന്യമായി തീരും. ജൂദയെ ഭവനം ശൂന്യമായി തീരും. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആയിത്തീരും. ധനവാന്റെ പ്രൗഢിയും പ്രതാപവും മഹത്വവും സകലത് നഷ്ടപ്പെട്ടു. ആരാധന നഷ്ടപ്പെട്ടു, വാഗ്ദാനങ്ങൾ നഷ്ടപ്പെട്ടു, പൗരത്വം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, സകലത് നഷ്ടപ്പെട്ടു. പൗരോഹിത്യം, രാജ്യം, പ്രവചനമെന്നീവയന്യേ
യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം. ദേവാദയുണ്ടാകേണം നാഥ, കൃപ തോന്നേണമൻ. ധനവാൻ തീച്ചൂളയിലേക്ക് നിബന്ധിച്ചു. പീഡനങ്ങൾ, അലച്ചിലുകൾ, പ്രവാസം. മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം സംഭവിച്ചത്. ജൂവിഷ് വേൾഡിന് അവർ യാതനാ സ്ഥലത്തേക്ക് വീണു. പലപ്പോഴും ലാസറിന്റെ വിരലിൽ നിന്ന് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. ലോകത്ത് പലയിടത്തും അവർ സ്വീകരിക്കപ്പെട്ടു. ലാസർമാരാൽ, വിജാതീയ സഭകളാൽ, വിജാതീയരാൽ അവർ ആശ്വസിപ്പിക്കപ്പെട്ടു, അവർ തണുപ്പിക്കപ്പെട്ടു, അവർ സ്വീകരിക്കപ്പെട്ടു. Father Abraham, have mercy on me and send Lazarus that he may dip the tip of his finger in water and cool my tongue, for I am tormented in this flame. അബ്രഹാം പിതാവേ വിളിക്കുകയാണ്. അപ്പൊ ആരാണ് ഈ ധനവാൻ? ലാസർ ഒരിക്കലും അബ്രഹാം പിതാവേ എന്ന് വിളിച്ചായിട്ടില്ല. കാരണം ആ മേശക്കീഴെ കടന്ന സമയത്തും, ആ പട്ടി നക്കിയ സമയത്തും, ആ വിശന്ന് കിടന്ന സമയത്തും ലാസർ അബ്രഹാം പിതാവേ എന്ന് വിളിച്ചില്ല. കാരണം അന്ന് അബ്രഹാമിന് ലാസറിന് അറിയത്തില്ല, അബ്രഹാമുമായിട്ട് ബന്ധമില്ല. പക്ഷേ ധനവാൻ അബ്രഹാമുമായിട്ട് ബന്ധമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. യേശു കർത്താവ് പറയുന്നുണ്ട്, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ അഹങ്കരിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 8:39 പറയുന്നുണ്ട്. ഞാൻ ഈ ജ്വാലയിൽ കടന്ന് പൊളയുന്നു. ഫ്ലെയിംസ്, ജ്വാലകൾ. അപ്പൊ അവിടെ ജ്വാല എന്നാണ് പറയുന്നത്. ഇത് റിയൽ ഫ്ലെയിം അല്ലത്. അതെല്ലാം ഫിഗറേറ്റീവ് ലാംഗ്വേജിലാണ് സംസാരിച്ചിരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്നു. അപ്പൊ അതിന്റെ ഒറിജിനൽ പദം നമ്മൾ പഠിക്കുമ്പോൾ മാനസിക പ്രയാസം അനുഭവിക്കുന്നു എന്നാണ്. മാനസിക പ്രയാസം, അതായത് അവിടെ ഞാൻ ഈ ജ്വാലയിൽ കടന്ന്, ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ ഈ ജ്വാലയിൽ കടന്ന് വിഷമിക്കുന്നു. ലൂക്കോസ് സുവിശേഷം, ആ വാക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 24, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പൊ ആ സെയിം വാക്കാണ് യേശു കർത്താവിനെ കാണാതെ പോയപ്പോൾ യോസഫും മേരിയും അനുഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അപ്പൊ അതൊരു മെന്റൽ ഡിസ്ട്രസ് ആണ്, മാനസിക വ്യഥയാണ്. ആ മാനസിക വ്യഥയാണ് ഇന്നും യഹൂദന്മാർ അനുഭവിക്കുന്നത്. ഇന്നും നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. ഇന്നും ധനവാൻ തീച്ചൂളയിലാണ്. തങ്ങളെ തന്നെ ഹമ്പിളാക്കാൻ, ആ കൃപയുടെ പ്രമാണത്തിലേക്ക് വരുവാൻ, ജാതികൾ തങ്ങളോടുകൂടെ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിൽ കൂട്ടവകാശികളാണ് എന്നുള്ള ആ മഹാസത്യത്തെ അംഗീകരിക്കുവാൻ അവർക്ക് കഴിയാത്തിടത്തോളം കാലം അവർ ഈ ജ്വാലയിൽ കടന്ന് പുളയും. അവർക്ക് ആ ജ്വാലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുകയില്ല. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എന്താണ് പരിജ്ഞാനം? റെവലേഷൻ, നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പാട്, ഈ മഹത്വകരമായ വെളിപ്പാട്. ആ മഹത്വകരമായ വെളിപ്പാടാണ് അപ്പോസ്തലനായ പൗലൂസിന് കിട്ടിയത്. അതാണ് അദ്ദേഹം എഫേസ്യ ലേഖനം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ജാതികൾ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് എന്നുള്ള ആ വലിയ വെളിപ്പാട്, ജാതികൾ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് എന്നുള്ള വലിയ വെളിപ്പാട്, ആ വലിയ വെളിപ്പാടിനെ അംഗീകരിക്കുമ്പോൾ അവർക്ക് എങ്ങോട്ട് വരാൻ കഴിയും? അബ്രഹാമിന്റെ മടിയിലേക്ക് വരാൻ കഴിയും. ഒബ്ജക്ഷൻസ് ഞാൻ കാണുന്നുണ്ട്, ആളുകൾ എഴുതുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല, അവിടുന്ന് നിനക്ക് ഇങ്ങോട്ടും വരാൻ കഴിയും. ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയുമോ? നീ അഗ്രചർമ്മത്തോടെ വിളിച്ചിരിക്കുന്നുവോ? നീ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടിരിക്കുന്നുവോ? പരിച്ഛേദന വരുത്തരുത്. ഗലാത്യലേഖനത്തിൽ പറയാ. അപ്പൊ നമ്മളെല്ലാം അഗ്രചർമ്മികളാണ്.
നമ്മൾ പരിച്ഛേദനയേറ്റ ആളുകളല്ല. ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്തുണ്ട്? നമ്മൾ പരിച്ഛേദനയേക്കണോ? നമ്മളിപ്പോ അബ്രഹാമിന്റെ വടിയിലാണ്. അപ്പൊ ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല. നമുക്ക് യഹൂദനാകാൻ പറ്റത്തില്ല. പക്ഷെ യഹൂദനായിരിക്കും നിനക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലാത്തത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല, അത് നീ തന്നെ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഒരു പിളർപ്പുണ്ടെന്ന് പറഞ്ഞത്. അല്ല, അവിടെ ആരും പിളർപ്പുണ്ടാക്കി വെച്ചിട്ടില്ല. വേർപാടിന്റെ ഒരു നടിച്ചുവരുണ്ട്, അതിപ്പോ ഒരു പിളർപ്പായി മാറിയിരിക്കുകയാണ്. അത് ഒരു പിളർപ്പായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഒരു വാക്യം ഞാൻ വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം. സഹോദരന്മാരെ നിങ്ങൾ ശരിയായില്ല. സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രഹസ്യം, മർമ്മം, മിസ്റ്ററി, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിരിക്കുന്ന ഈ കാഠിന്യത്തെയാണ് ഈ പിളർപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല. മനസ്സിലായോ? അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കണം, താഴോട്ട് വായിക്കണം. റോമാലേഖനം തുറന്നിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. 11-ാം അധ്യായം ആ ഭാഗം വായിച്ചിട്ട് താഴോട്ട് ഒരു 33-ാമത്തെ വാക്യം വരുമ്പോൾ പൗലോസ് പറയുന്നതിനാ, ഹാ ദൈവത്തിന്റെ ധനം, ദൈവത്തിന്റെ ധനം, റിച്ച്മേൻ, ദൈവത്തിന്റെ ധനം. ഈ ദൈവത്തിന്റെ ധനത്തെ പറ്റിയാണ് ഇത് മുഴുവൻ പറയുന്നത്. ഹോൾ ബൈബിൾ ടോക്സ് അബൌട്ട് ദ റിച്ചസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ധനത്തെക്കുറിച്ച്, നമ്മൾ അതിന്റെ അവകാശികളായതിനെ കുറിച്ച്, നമ്മൾ അതിലേക്ക് പ്രവേശിച്ചതിനെ കുറിച്ച്. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ യേശു കർത്താവിന്റെ ഉപമകളുടെ വിശദീകരണങ്ങൾ നമുക്ക് പൗലൂസിന്റെ ഈ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. രണ്ട് കൊരിന്ത്യർ 3:13 നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപട വിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോകും. ഹൃദയം കഠിനപ്പെട്ടു. അവരിപ്പോഴും പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെ കിടക്കുന്നു? അവര് ആ തീജ്വാലയിൽ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അവിടെ വായിക്കുകയാണ്, പിന്നെ 16-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. എന്നാൽ പിതാവേ അവനെ എന്റെ വീട്ടിലേക്ക് അയക്കണമേ. അവിടെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ ഈ 5 സഹോദരന്മാരുള്ള ഒരാളാണ് ഈ ധനവാൻ. ആരാണ് 5 സഹോദരന്മാരുള്ള മനുഷ്യൻ? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 23-ാമത്തെ വാക്യം. യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയായുടെ പുത്രന്മാർ, യാക്കോബിന്റെ ആദിജാതൻ രൂബേൻ, ഷിമിയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ. അപ്പൊ യഹൂദന്മാർ നമുക്കറിയാം. ഇപ്പം യേശുവിന്റെ കാലത്ത് യഹൂദന്മാരായിരുന്നു. യഹൂദ ഗൃഹമാണ്. അപ്പൊ യഹൂദ ഗൃഹത്തിന്റെ ഓൺ പ്രദേശം എത്രയാണ്? 5 പേരാണ്. വളരെ കൃത്യമാണ് അവിടെ പറയുന്നത്. 5 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 5 സഹോദരന്മാരെ രക്ഷിക്കണം. ഇതൊക്കെയാണ് അവന്റെ
ഇമ്മീഡിയറ്റ് ബ്രദേഴ്സിന്റെ നമ്പറാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ഹിൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വളരെ ഡീകോഡ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. അതാണ് മത്തായി സുവിശേഷം 13 നമ്മൾ വായിച്ചത്. പെട്ടെന്ന് അവർ ഗ്രഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഉപമകളിലൂടെ സംസാരിക്കുന്നു. ഇനി അടുത്തത്. അപ്പോ പറയാണ്, അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നിങ്ങൾ നോക്കണം. ഇപ്പൊ 16 അധ്യായത്തിൽ അത് വായിച്ചേ. 24 അധ്യായം നേരെ മുന്നോട്ട് മറിക്കണം. 24 അധ്യായത്തിലോട്ട് വരുമ്പം 24 അധ്യായത്തിൽ വരുമ്പം 27 വാക്യം, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കണ്ടോ, മോശയും പ്രവാചകന്മാരും. അപ്പൊ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ തിരുവെഴുത്തുകൾ അവിടെ ഉണ്ട്. ആ തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ 16 അധ്യായത്തിൽ അത് പറയുമ്പോൾ 24 അധ്യായത്തിൽ വരുമ്പോൾ സെയിം കാര്യം. പക്ഷെ ആ തിരുവെഴുത്തുകൾ അവിടെ ഉണ്ടായിട്ടും ആ തിരുവെഴുത്തുകളെ അനുസരിക്കുവാൻ, അതിലേക്ക് വരുവാൻ അവർക്ക് കഴിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? സോ അതാണ് അവിടെ പറയുന്നത്. അവർക്ക് അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർക്ക് അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. അബ്രഹാം പറയുകയാണ്, അവരുടെ വാക്ക് അവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. 16 അധ്യായം 30 വാക്യം. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. ഇത് യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ മുൻകൂട്ടി പറയുകയാണ്. ഈ സ്റ്റോറിക്കകത്ത് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ നോക്ക്, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് പറയാൻ പോവാ. മരിച്ചവരിൽ നിന്ന് ഒരുത്തനാണ് എഴുന്നേറ്റ് 24 അധ്യായത്തിൽ ഈ മോശയും പ്രവാചകന്മാരും ഉദ്ധരിച്ച് സംസാരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ യേശു കർത്താവ് പറയാണ്, ഈവൻ ആഫ്റ്റർ മൈ റിസറക്ഷൻ ദീസ് പീപ്പിൾ വോണ്ട് ബിലീവ്. കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ക്രിസ്തു എഴുന്നേറ്റിരിക്കുന്നു, എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ ഭാഗികമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റോറി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതാണ് ആ സ്റ്റോറി. ഇതാണ് എക്സാക്ട്ലി ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഇത് വായിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ഇരുന്ന് പേടിക്കുന്നത്. നമ്മളെ കൊണ്ടുപോകും, എന്നിട്ട് ഇങ്ങനെ തീക്കകത്ത് കൊണ്ടിടും. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാകുകയും ചെയ്യും. യേശു കർത്താവ് അവിടെ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നതോ ഉപദേശമാ പ്രസംഗിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. നിങ്ങൾ സത്യം മനസ്സിലാക്കുക. എന്താണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് ഉദ്ദേശിച്ച എന്താണ്, അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ച് ക്ലോസ് ചെയ്യാൻ നോക്ക്.
സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദത്രിമോനിലുള്ള വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലാപങ്ങൾ. ഞാനത് ക്ലോസ് ചെയ്യുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ആ സ്റ്റോറിയിൽ മുൻകൂട്ടി പറഞ്ഞതുപോലെ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റു. ലോകത്തോട് ഈ ഗുഡ് ന്യൂസ് അറിയിച്ചു. വിശ്വസിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. വിശ്വസിക്കാതെ അവർക്ക് ഹൃദയകാഠിന്യം ഭവിച്ചു. അവര് വലിയ തീച്ചൂളയിൽ വീണു. അവരുടെ ധനമായിരുന്നു യെരൂശലേം ദൈവാലയം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു. ആരാധന നഷ്ടപ്പെട്ടു. വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു. പൈതൃകം നഷ്ടപ്പെട്ടു. ലാസർ എങ്ങനെയായിരുന്നോ അങ്ങനെ അവർ അന്യപ്പെട്ടു. ഇന്നും സ്വന്തമായിട്ട് ആരാധനാലയമില്ലാത്ത ഒരു പ്രമുഖ മതവിഭാഗമായി അവർ നിലനിൽക്കുന്നു. മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട്, പക്ഷേ ആരാധനയില്ല. തീച്ചൂളയിൽ ഇപ്പോഴും ഹൃദയ കഠിനപ്പെട്ട് ആ തീച്ചൂളയിൽ കിടക്കുന്നു. ദാറ്റ്സ് ദ സ്റ്റോറി. അതാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ശ്വാസമൊക്കെ ഒന്ന് വലിച്ചു വിട്ട് റിലീസ് ആകുക, റിലാക്സ് ആകുക. നിങ്ങളെ ആരെയും മുപ്പല്ലി കുത്തി തീക്കകത്ത് കൊണ്ടിടാൻ ദൈവത്തിന് ഒരു പ്ലാനും ഇല്ല. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.